Yeah, yes. കുട്ടി നിങ്ങളൊക്കെ രാവിലെ ഇട്ടപോലെ ഉണ്ടത്ര യൂണിഫോം ഊരി വെച്ചില്ലേ? ഇല്ല. ഇല്ലേ? ഇപ്പൊ ഊരണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് ഊരി വെക്കാം. ക്ലാസ് തുടങ്ങുമ്പോ ഇട്ടാ പോരെ. ഇപ്പൂരല്ലേ? ആ യൂണിഫോം ഇട്ടവരൊന്ന് എണീറ്റ് നിന്ന് മിസ് നോക്കട്ടെ. പോരാ, ഇച്ചിരിയും കൂടെ കുറച്ച് ബാക്കിൽ നിന്ന് നോക്കട്ടെ മിസ്. അഞ്ചിതേ കാണുന്നില്ലല്ലോ. യൂണിഫോമിന്റെ പാന്റ് ഇട്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അൻവിതനെ കണ്ടു. ഫാത്തിമ മിസ്സേ ഏത് പാന്റ് ആയിട്ടേ? കുഴപ്പമില്ല, ഷർട്ട് മാത്രമേ ഇടണ്ടു കേട്ടോ. മിസ് വെറുതെ ജോക്കിന് വേണ്ടി ചോദിച്ചതാ. ജാനിക്കുട്ടി മനസ്സിലായി മിസ്സിന്. ആഹാ, നിതാശക്കുട്ടി യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, സുന്ദരി ആയിട്ടുണ്ടല്ലോ. ഇച്ചിരി ബാക്കോട്ട് നിന്ന് മിസ് നോക്കട്ടെ കൊച്ചിന. യൂണിഫോം ഇട്ട് കണ്ടില്ലല്ലോ മിസ്. ഓക്കെ, മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നാ മതി കേട്ടോ. ഓക്കെ, എന്റെ റിയാനെ കാണുന്നില്ലല്ലോ മിസ്. എല്ലാവരും നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് റെഡിയായോ? പെട്ടെന്ന് എടുത്തിട്ട് വാ നോട്ട്ബുക്ക് വിത്ത് പെൻസിൽ. ഇന്ന് ഫുള്ള് സബ്ട്രാക്ഷൻസ് ആണ് നമ്മൾ എഴുതി പഠിക്കുന്നത്. എന്തോ ഓക്കെ, കുഴപ്പമില്ല. ഒരു കടലാസിലെങ്ങാനും എഴുതിയിട്ട് വീട്ടിൽ പോയിട്ട് നോട്ടിലേക്ക് പകർത്തണം കേട്ടോ. മിസ് ഇവിടുന്ന് ചെയ്യിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയാം ഉമ്മാനോട്. എന്നിട്ട് പോയിട്ട് നോട്ടിലേക്ക് പകർത്താൻ നോക്കി എഴുതുക. Are you ready? Yes. Okay. ഓവറായിട്ട് മിസ് ചെയ്യിക്കുന്നില്ല. ഇന്ന് കുറച്ച് സബ്ട്രാക്ഷൻസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. പക്ഷെ ബോറടിക്കണ്ട. നമുക്ക് ഒരുപാടൊന്നും തീരാനില്ല മാത്സിൽ. നമുക്ക് മെല്ലെ മെല്ലെ എല്ലാം പഠിച്ചു പോവാം കേട്ടോ. നിതാഷ, സബ്ട്രാക്ഷൻസ് മനസ്സിലാവുന്നുണ്ടോ മോൾക്ക്? രാവിലത്തെ ക്ലാസ്സിന് ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മള് പേജ് നമ്പർ ലിങ്ക് അയച്ചിട്ടുണ്ട് മിസ്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പേജ് നമ്പർ 88, 89 ഒക്കെ ചെയ്തിട്ടുണ്ട് സബ്ട്രാക്ഷൻസ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ നോട്ടിലാണ് എഴുതി പഠിക്കുന്നത്. ടേക്ക് യുവർ മാത്സ് നോട്ട്ബുക്ക്. മിസ് ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ ആൻസർ ചെയ്യുക. എന്നിട്ട് അമ്മക്ക് കാണിക്കുക. നിങ്ങൾ ചെയ്തതിന്റെ ആൻസർ ശരിയാണെങ്കിൽ ഫുൾ ശരി വാങ്ങിയിട്ട് എന്നിട്ട് ക്ലാസ് ലീവ് ചെയ്യാം. ഓക്കെ, ഉമ്മ ആരോന്നിനി ഉപ്പ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
5 minus 4. ഇതിന്റെ ആൻസർ ഇവിടെ എഴുതിയിട്ട് 2 വരയിടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Five minus 1. Okay, next one. മിസ് എനക്ക് എഴുതാൻ പേപ്പർ ഇല്ല. 4 minus 3. മിസ് എനക്ക് എഴുതാൻ പേപ്പർ ഒന്നും ഇല്ല. ആരാ അത്? റഫായ്. എന്റെ റഫാനെ, ഞാൻ പറഞ്ഞില്ലേ ഉമ്മാനോട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറയാ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് എഴുതുക. Minus 5. Next 7 minus 2. Okay. Next ആൻസർ കിട്ടിയ അതിനിടയിൽ 2 വര വരക്കാൻ മറക്കല്ലേ മക്കളെ. 7 minus 5. Next 2 minus 1. Next 4 minus 1. Next 9 minus 5. Next 8
8 minus 7. ഇത്രണ്ണത്തിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. 10 മാർക്ക് ഉണ്ട്. 10 മാർക്കാണ് നിങ്ങൾക്കുള്ളത്. ഡിയർ പാരന്റ്സ്, നിങ്ങൾ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ ഇതിന്റെ ആൻസർ കറക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് 10 മാർക്കിൽ എത്ര മാർക്ക് നിങ്ങളെ കിട്ടിയെന്നുള്ളത് നിങ്ങൾ അറിയിക്കണേ. ഒരു കാരണവശാലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യരുത്. ഹെൽപ്പ് ചെയ്യരുത് മീൻസ് ആൻസർ പറഞ്ഞു കൊടുക്കരുത്. ആൻസർ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അവർക്ക് എത്രമാത്രം സബ്ട്രാക്ഷൻസ് മനസ്സിലായി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ആൻസർ കറക്റ്റ് എഴുതി വെച്ചവർക്ക് നിങ്ങൾക്ക് ടിക്ക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ക്ലാസ്സിന് ലീവ് ചെയ്യാം. ഇനിയുള്ളത് സബ്ട്രാക്ഷൻ വിത്ത് 0 ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പഠിപ്പിക്കുന്നുണ്ട്. പ്രസന്റ് ഇട്ടോളൂ. ആൻസർ ചെയ്തോ? ഓക്കെ, യു ക്യാൻ ലീവ്. Ajisha, did you finish? Please unmute മോളു. ഓക്കെ, ആദിശ്രീന്റെ അമ്മയുണ്ടോ അടുത്ത്? ഒന്ന് സംസാരിക്കട്ടെ മിസ്. ആദിശ്രീ ഒറ്റയ്ക്കാണോ ആൻസർ കണ്ടെത്തിയേ? അതെ അതെ, അവള് പേപ്പറിൽ വരച്ചു നോക്കിയിട്ട് ചെയ്തു അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സബ്ട്രാക്ഷൻസ് ഏകദേശം മനസ്സിലായിട്ടുണ്ട് മോൾക്ക് അല്ലെ? അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് സബ്ട്രാക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. കൂടുതൽ ക്വസ്റ്റ്യൻസ് മിസ് പിന്നെ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. അവള് വരയിട്ടിട്ട് ക്രോസ് ചെയ്ത് ചെയ്യിച്ചായിരുന്നു. വരയിട്ടിട്ട് ക്രോസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ വേണ്ടിട്ട് ക്ലാസ് ചെയ്യിച്ചായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവൾ അതുപോലെ ചെയ്യുന്നുണ്ട്. മാർക്ക് ഇട്ട് കൊടുക്കണേ. ആദിശ്രീക്ക് ഒന്ന് മാർക്ക് ഇട്ട് കൊടുക്കണേ. 10ലാണ് മാർക്ക് കേട്ടോ. ഓക്കെ. Ivana, did you finish? Ivana കുട്ടി, ആരാ കഴിച്ചിട്ടുള്ളത്? അച്ഛനുണ്ട് അടുത്ത്? ആരുല്ലേ? ഏട്ടനുണ്ടോ? ഇതിന് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ മോൾക്ക്? 5 minus 4. 5 എന്ന് 4 മൈനസ് ചെയ്താൽ എത്രയാ? 5 എന്ന് 4 മൈനസ് ചെയ്താല് ഒരു പേപ്പറിൽ 5 വര വരച്ചേ. മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. 5 ലൈൻസ് വരച്ചേ. 5 ലൈൻ. 1 2 3 4. എന്താ ഷാനി? ഫിനിഷ്ഡ് എന്താ പറയേണ്ടത്? ഓക്കെ. അമ്മയുണ്ടോ അടുത്ത്? അമ്മയുണ്ട്. ഷാനിന്റെ അമ്മയുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട്. അവിടെ അമ്മയുടെ അമ്മ അവൾ എന്നെ ഇവിടെ ആക്കിയിട്ട് അവളെ അടുത്ത് പോയേക്കുവാ. ഓക്കെ, അമ്മയ്ക്ക് മനസ്സിലാമോളെ ഇത് കറക്റ്റ് ആണെന്ന് അറിയോ? കറക്റ്റ്. അവള് കയ്യിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ? മിടുക്കി. അപ്പൊ ഉത്തരം ശരിയാണല്ലോ? ഉത്തരം ശരിയാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോ. ആയിക്കോട്ടെ. കുട്ടി, 5 ന്ന് 4 മൈനസ് ചെയ്താൽ എത്രയാ? ഇത് 5 ഫിംഗേഴ്സ് ആണ് മിസ്സിന്റെ. എത്ര നമ്മൾക്ക് മൈനസ് ചെയ്യേണ്ടത്? 4. ഇതിൽ നിന്ന് മിസ് 4 മൈനസ് ചെയ്ത് ബാലൻസ് എത്രയാ?
5. മോളൂസേ ടോട്ടൽ 5 ആണുള്ളത്. ഇതിൽ നിന്ന് 4 മൈനസ് ചെയ്തു. ബാലൻസ് ഇപ്പൊ മിസ്സിന്റെ കയ്യിൽ എത്രയുണ്ട്? 1. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ? 5 മൈനസ് 4 ഈസ് ഈക്വൽ ടു 1 ആ വരുന്നത്. 1 അവിടെ 1 ഇട്, എന്നിട്ട് 2 വരയിട്. ഓക്കെ, മിസ് ഇതിന്റെ ആൻസർ കൂടെ ചെയ്തു തരാം. നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ നോക്ക്. ഓക്കെ, 5 മൈനസ് 4 ഈസ് ഈക്വൽ ടു 1. ഇതിന്റെ ആൻസർ 1 ആണ് വരുന്നത്. നിങ്ങൾ ഇത് ശരിയാണോ നോക്കിയേ. 1 എഴുതിയാൽ പോരാ, 2 വരെയും കൂടെ അടിയിലിടണം. നെക്സ്റ്റ് 1. 5 മൈനസ് 1 ആൻസർ 4. നെക്സ്റ്റ് 4 മൈനസ് 3. 4ന്ന് 3 മൈനസ് ചെയ്യാനാ പറഞ്ഞത്. ബാക്കി ബാലൻസ് 1. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അടിയിൽ എന്ത് ചെയ്യാം? 2 വരയിടാം. നെക്സ്റ്റ് 6 മൈനസ് 5. 6ന്ന് 5 മൈനസ് ചെയ്താൽ 1. ഓക്കെ ഓക്കെ, മിസ് ചെയ്തത് മോള് ചെയ്തത് ശരിയാണോ നോക്കിയേ. 7 മൈനസ് 2. 7ന്ന് ഡോൺ വറി, കുഴപ്പമില്ല മോനെ. 5. മിസ് ചെയ്ത ആൻസർ മോൻ ചെയ്തത് ശരിയാണോ നോക്കിക്കേ. ഷാസിൽ 7 മൈനസ് 5. മോളെ മിസ് എഴുതിയത് മോളെ എഴുതിയത് ശരിയാണോ നോക്ക്. അങ്ങനെയാണെങ്കിൽ ശരി ഇട്ടോളൂ. ഉമ്മാനോട് പറ ആൻസറിൽ ശരിയിട. Okay, 4 minus 1 equal to 3. ശരിട്ടോ ഉമ്മ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ലീവ്. എന്തോ റിയാൻ, റിയാൻ കറക്റ്റ് ആണോ? ഓ കറക്റ്റ് ആണെങ്കിൽ ശരി ഇട്ടോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ലീവ്. ഓക്കെ, മിസ്സിനോട് പറയാൻ നിൽക്കണ്ട മക്കളെ. ഈ ചെയ്ത ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ശരി ഇട്ടിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യാം ക്ലാസ്. ഓക്കെ, see you in the next class. ആരുടെ അടുത്തുനിന്നാണ് മേഴ്സി മിസ്സിന്റെ ക്ലാസ് കേൾക്കുന്നത്? ഇവാനന്റെ അടുത്താണോ? ചേട്ടൻ ക്ലാസ്സിലാണോ കൊച്ചിന്റെ? ഡെൽവിന്റെ അടുത്തുനിന്നാണോ? ആ Umar, did you finish Umar? Very good. Leave it. Anvida, Anvida, did you finish? No.
പെട്ടെന്ന് എഴുതി, എന്താ ലേറ്റ് ആവുന്നേ? ഇതാ സബ്ട്രാക്ഷൻ മൈനസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഒരു എക്സ്ട്രാ ഒരു പേപ്പർ എടുക്കാം, അതിൽ മിസ് പറഞ്ഞ പോലെ വരയിട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ക്രോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സർക്കിൾ ചെയ്തിട്ട് മൈനസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താം. പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എയ്ഡൻ തോമസ്, did you finish? പിന്നെന്താ വെച്ച് കളിക്കുന്നേ? പെട്ടെന്ന് ചെയ്യ്. ഏഡൻ മാത്യു, ഏഡൻ ജെ മാത്യു, did you finish മോനുടാ? Please unmute. എന്തോ? സ്ക്രീൻ ഷെയർ ചെയ്യാം. ഏഡൻ ജെ മാത്യു, ഡിഡ് യു ഫിനിഷ്? ഇല്ല, പെട്ടെന്ന് എഴുതണേ. അൻവിത, ഇവാന ബിജു, നിതാഷ, ഡിഡ് യു ഫിനിഷ്? നിതാഷ ഫിനിഷ് ചെയ്തോ മോളെ? ആദിഷ്, ഡിഡ് യു ഫിനിഷ്? എഴുതിയിട്ടുണ്ട്. ആദിഷ് ഒറ്റക്കാണോ ആൻസർ കണ്ടെത്തിയേ? ആ, വെരി ഗുഡ്. മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ വര വരച്ചിട്ട് ചെയ്യാൻ വേണ്ടി ക്ലാസ്സില്. ഓക്കെ, നൂഹാസ്മി ചെയ്തിട്ടുണ്ട്. അൻവിത പെട്ടെന്ന് നോക്കി പെട്ടെന്ന് എഴുതിയിട്ട് വേഗം ലീവ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോ മക്കളെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നമുക്ക് പഠിക്കാം. ഇത് തീർന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ലീവ് ചെയ്യാം കേട്ടോ. എന്റെ മക്കൾക്ക് ഓവർ ബർഡൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മിസ് ഇത്രമാത്രം ചെയ്യിച്ചിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആഹാ, ഏഡൻ ജെ മാത്യു, ഇവാന ബിജു, നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഏഡൻ എന്താ കുഴപ്പം? ഫോൺ നോക്കുമ്പോ കണ്ണിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഏഡൻ? അമ്മ ഉണ്ട് അടുത്ത്, അമ്മ ഉണ്ട് അടുത്ത്. ബ്രൈറ്റ്നെസ് കുറച്ച് കൊടുക്കാം. മോന് കണ്ണിന് നല്ല ഇറിറ്റേഷൻ തോന്നുന്നുണ്ടല്ലോ. വളരെ കുറച്ചായിട്ടുണ്ട്. ഞാൻ ഇവനെ തന്നെ ഇരുത്തിയിട്ടായിരുന്നു, ഞാനൊരു പണിയായിരുന്നേ, ഇവനെ തന്നെ ഇരുത്തിയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പൊ എന്താ എഴുതാൻ പറഞ്ഞ എന്താ ചെയ്യേണ്ടെന്ന് ഇവന് മനസ്സിലായില്ല. ഞാനിപ്പോ വന്നോളായിരുന്നു. ആണോ? സബ്ട്രാക്ഷൻസാ മോനെ? മിസ് ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലായിരുന്നോ? രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അന്നേരം ഇവനെ തന്നെ ഇരുത്തിയിട്ടായിരുന്നു, ഓരോ പണി കാരണമേ. ഓക്കെ ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തത് കണ്ടായിരുന്നു. മോൻ ഒന്നും എഴുതിയിട്ടില്ലേ? അപ്പൊ അവന് അതാണ് വിഷമം വന്നത്, അവന് എഴുതാനും പറ്റിയില്ല. മിസ് ഒന്നുകൂടെ സ്ക്രീൻ കാണിച്ചു തരാം. നോക്കൂ, മൈനസ് ചെയ്തിട്ട് മിസ് ഒരു എക്സ്ട്രാ പേപ്പർ എടുക്കാം, അതില്
വര വരച്ചിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറഞ്ഞ നമ്പർ ക്രോസ് ചെയ്യോ സർക്കിൾ ചെയ്യോ ചെയ്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് നോക്കി എഴുതാം കേട്ടോ. ഞാന് ഇത് കഴിഞ്ഞിട്ട് നമ്മള് നിങ്ങള് മറ്റേ നമ്മള് ഇത് ഇടുമല്ലോ ലിങ്ക്. ഓക്കെ, ലിങ്ക് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് നമ്മള് ഇവനെ ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഇരുത്താറുണ്ടായിരുന്നേ. ആ നമ്മൾ റെക്കോർഡിംഗ് കണ്ടിട്ടേ. മോനെ 5 എന്ന നമ്പറിൽ നിന്ന് നമ്മള് 4 മൈനസ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? ഇതാ മിസ് ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതാ 5 ഫിംഗേഴ്സ് എടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് എത്ര ലെസ് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത് 4 ആണ്. ബാലൻസ് എത്ര വരും? 1. അതിന്റെ ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് 2 വരെയും കൂടെ ഇടാം. നെക്സ്റ്റ് 5 എന്ന് 1 മൈനസ് ചെയ്യാം. 5 എന്ന് 1 മൈനസ് ചെയ്താൽ ബാലൻസ് 5 ന്ന് 1 പോയാൽ എത്ര വരുന്നത്? അതിന്റെ ആൻസർ ഇതാ ഇവിടെ എഴുതാം. അതുപോലെ ഓരോന്നും. ഓക്കെ, അവന് കണക്കെല്ലാം അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. അവൻ എന്നാ ചെയ്യണ്ടെന്ന് മനസ്സിലായി. അതുണ്ടല്ലോ കുറെ ഇപ്പൊ സ്കൂളിൽ നിന്ന് ലെവലായി വരുന്നതല്ലേ ഉള്ളൂ. അത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരാളെ അടുത്തില്ലാതെ അവന് പറ്റുന്നില്ല. നേരത്തെ അല്ല ഞാൻ ഇരിക്കുവായിരുന്നേ, ഒരു തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഈ ക്വസ്റ്റ്യൻ കൊടുത്താൽ അവൻ ആൻസർ ചെയ്യും. എനിക്കറിയാലോ അവന്. ഞാനിപ്പോ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആൻസർ നിങ്ങൾ എഴുതി കാണിക്കില്ലേ? ആൻസർ അവൻ തന്നെ ചെയ്യട്ടെ. ഒരു എക്സ്ട്രാ പേപ്പർ കൊടുത്താൽ മതി, ഒന്ന് ലൈൻ വരച്ചിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോളൂ മോനെ. ഓക്കെ, താങ്ക് യു. ഇവാന, ഡിഡ് യു ഫിനിഷ്? ഇവാന, പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ഇവാന കുട്ടി എഴുതിയതിന് ഫോട്ടോ എടുത്തിട്ട് മിസ് വാട്സപ്പ് ചെയ്യണേ. മോളൊറ്റയ്ക്കല്ലേ ഉള്ളൂ, ആരും ഇല്ലല്ലോ സപ്പോർട്ടിന്? അച്ഛനുണ്ട് അടുത്ത്, അച്ഛനും ഏട്ടനും ആരും ഇല്ല, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? എഴുതിയത് മിസ്സിന് അയച്ചതാ കേട്ടോ. ഓക്കെ ഓക്കെ, ലീവ് ചെയ്തു.